ഹായ് ഡിയേഴ്സ്. ഞാൻ കുറച്ച് കൂടുതൽ ദിവസങ്ങളായിട്ടുണ്ട് പോസ്റ്റ് ഇട്ടിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് സിംറ്റംസ് ഉണ്ട് എനിക്കിന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയി. കുറേ സ്കാനിങ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. കുറച്ച് ഡയറ്റുണ്ട്, ഫാറ്റി ലിവറിൻ്റെ ഡയറ്റുണ്ട്. ഫാറ്റി ലിവർ നിസ്സാരമായിട്ടൊക്കെ കണക്കാക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം. നല്ലൊരു ഗ്യാസ്ട്രോയെ കാണുക, എന്നിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുക. അവർ പറയുന്ന കാര്യങ്ങളിലൂടെ ഒക്കെ പോവുക. ഫുഡ് കൺട്രോൾ ചെയ്യുക. വാക്കിംഗ് മസ്റ്റാണ്, നടക്കണം. ശരീരം വിയർക്കുന്നിടം വരെ നടക്കണം. വേഗത്തിൽ നടന്നു പോകണം. പതുക്കെ നടന്നിട്ട് പിന്നീട് വേഗത്തിൽ പോകണം. പിന്നെ നമ്മുടെ പാക്കറ്റ് ഫുഡ്, പൊരിച്ചത് കരിച്ചതെല്ലാം മാറ്റുക. നമുക്ക് അത്യാവശ്യത്തിന് ഇറച്ചി വേണമെങ്കിൽ കഴിക്കാം, മീൻ കഴിക്കാം, മുട്ട കഴിക്കാം. വെജിറ്റബിൾസ് വേവിച്ച് കഴിക്കണം. പച്ചയ്ക്ക് തിന്നാവുന്ന വെജിറ്റബിൾസ് പച്ചയ്ക്ക് കഴിക്കണം. ഇലക്കറികൾ കഴിക്കണം. ഇതൊക്കെയാണ് എന്നോട് എൻ്റെ ഡോക്ടർ പറഞ്ഞത്. വെള്ളം കുടിക്കണം. ഞാൻ പിന്നെ പച്ചനെല്ലിക്ക മേടിച്ച് കഴിക്കും. പച്ചനെല്ലിക്ക, പാവയ്ക്ക, നാടൻ പാവയ്ക്ക, വീട്ടിലൊക്കെ പിടിക്കുന്ന പാവയ്ക്കായും സവാളയും പിന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, അങ്ങനെ കിട്ടാവുന്ന നല്ല പച്ചക്കറികൾ എനിക്കിഷ്ടപ്പെട്ടതെല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട്, തോനെ കറിവേപ്പില ഇട്ട്, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട്, നല്ല മഞ്ഞൾ നമ്മൾ അങ്ങാടിക്കടയിൽ പോയി മേടിച്ചിട്ട് കടയിൽ കൊടുത്ത് പൊടിപ്പിക്കണം മില്ലിൽ. ആ മഞ്ഞൾപ്പൊടി. പിന്നീട് തൈരിനകത്ത് കറിവേപ്പില അടിച്ച് കുടിക്കും. തൈരെന്ന് വെച്ചാൽ ഒരു ശകലം 2-3 സ്പൂൺ എടുക്കുക. അതിനകത്ത് കുറച്ച് കരിവേപ്പില ഇടുക. ഒരു ചെറിയ വെളുത്തുള്ളി ഇടുക. എരി കൂട്ടരുത്, മധുരം കൂട്ടരുത്, അവോയ്ഡ് ചെയ്യണം. എല്ലാം കളയുക. അസുഖമൊക്കെ മാറിയതിന് ശേഷം അങ്ങനെ കഴിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. പിന്നെ കണ്ടിന്യൂസ് ഫോണിനകത്ത് നോക്കരുത്. പിന്നെ ലാപ്ടോപ്പിനകത്ത് വർക്ക് ചെയ്യുന്നവരും അതിനുള്ള പ്രോഗ്രസീവ് ഗ്ലാസ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് കണ്ണ് കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പിന്നെ തുറക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. നമ്മൾ വളരെ കെയർഫുള്ളായിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ബോഡി നമ്മളെ കയ്യിൽ ഒതുങ്ങും. നമ്മളെ ആരോഗ്യവും നമ്മളെ ഗ്ലാമറും ഒക്കെ നിൽക്കും. നമുക്ക് കൂട്ടുകാരെ കാണാൻ പറ്റും, നമ്മളെ ബന്ധുക്കളെ കാണാൻ പറ്റും, പേരൻസിനെ, നാട്ടുകാരെയൊക്കെ കാണാൻ പറ്റും. കുറച്ച് ആളുടെ ആയുസ് കിട്ടും. അത് നമ്മളെ ജീവിതശൈലി രോഗങ്ങളാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന സംഭവം. കണ്ണൊക്കെ സ്ട്രെയിൻ ചെയ്താൽ കണ്ണിന് അസുഖം പിടിക്കും, സ്വാഭാവികം. അങ്ങനെ എല്ലാവരും, എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും സന്തോഷമായിട്ട് ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എനിക്ക് 2006 ഒരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. സൂപ്പർ ഫാസ്റ്റിൻ്റെ ഡോറ് വന്ന് എൻ്റെ കഴുത്തിൻ്റെ സൈഡിൽ ഇടിച്ച്. അങ്ങനെ പിന്നെ സ്പൈനിന് കുഴപ്പമുണ്ട്, തേയ്മാനമുണ്ട്. അതിന് ഞാനൊരു ഓർത്തോയെ കണ്ടു. ബോൺ സ്പെഷ്യലിസ്റ്റിൻ്റെ പേരാണ് ഓർത്തോ, മറന്നുപോയി. ബോൺ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു. ഗുളികകളൊക്കെ തന്നു. പിന്നെ ഇച്ചിരി ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഞാൻ. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം വീണ്ടും നേരുന്നു. എല്ലാവരും സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ ബൈ. എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണണേ.